എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. ഇത് 2 കട്ട് പീസ് കൊണ്ടാണ് ഇത് കട്ട് ചെയ്യണം കേട്ടോ. 2 കട്ട് പീസുമെന്നാണ് ഈ ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യണത്. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ എക്സ്ട്രാ തുമ്പിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം കട്ട് ചെയ്യണത് ഇതിൻ്റെ ബാക്കാണ് കേട്ടോ. ഇതുപോലെ മുകൾ ഭാഗം കറക്റ്റായിട്ടൊരു ലൈന് വരയ്ക്കുക. ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് 25 ഇഞ്ചാണ്. അടിഭാഗത്ത് ഒരു 2 ഇഞ്ച് വീതിയുള്ളൊരു പട്ട വരും. അപ്പോൾ അത് കഴിച്ചാൽ ബാക്കി 23 ഇഞ്ചാണ് നമുക്ക് ഈ ടോപ്പ് ഫസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. ആ 23 ഇഞ്ച് കൂടി 1 ഇഞ്ച് എക്സ്ട്രാ തുമ്പിനായി കൂട്ടുന്നുണ്ട്. അങ്ങനെ 24 ഇഞ്ചിലാണ് കറക്റ്റ് ഇത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ 24 ഇഞ്ചിൽ മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് അടിഭാഗത്ത് കറക്റ്റ് ഒരു ലൈൻ ഇറക്കുകയാണ് മാർക്കിങ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഷോൾഡറാണ്. ഷോൾഡർ 11 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ 2 ഭാഗത്തും ഇതേപോലെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കാണും. ഇങ്ങനെ ലൈന് വരക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ റിഗാൾ മാർക്ക് ചെയ്യാണ്. ഈ മുകൾ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഫസ്റ്റ്. അടിഭാഗത്തേക്ക് പിന്നെ ഇതിൻ്റെ റിഗാൾ ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. 4.5 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ ചെസ്റ്റാണ്. ചെസ്റ്റ് 12 ഇഞ്ച്. അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഒരു ഇഞ്ച് എക്സ്ട്രാ തുമ്പും മാർക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ സെൻറ്ററത്തെ ലൂസ് 11 ഇഞ്ചാണ്. 11ൻ്റെ പകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എക്സ്ട്രാ 1 ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്തു. ഇതേപോലെ. ഇനി അടിഭാഗത്തെ ലൂസ് മാർക്ക് ചെയ്യാണ്. അടിഭാഗത്തെ ലൂസ് 22 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 11 ഇഞ്ച്. അതിൽ കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് ഒരു 12 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഏറ്റവും അടിഭാഗം 12 ഇഞ്ചിലാണ് ടോട്ടൽ തുമ്പടക്കം മാർക്ക് ചെയ്ത്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരക്കുക. അടി വരെ ഷേപ്പ് വരക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ കയ്യിൻ്റെ റിഗാളിൻ്റെ അവിടെ ഇതുപോലെ ഷേപ്പ് വരക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ കഴുത്ത് വരുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 2.25 ഇഞ്ച് ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഈ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ 1/2 ഇഞ്ച് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ക്രോസ് വരക്കുകയാണ്. ഇനി ഇത് കട്ട് ചെയ്യുക കേട്ടോ. കറക്റ്റ് നമ്മൾ ഈ മാർക്ക് ചെയ്ത മാർക്കിംഗ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാണ്. ഷേപ്പൊക്കെ കറക്റ്റായി കട്ട് ചെയ്യുക. ഇനി ഈ അടിഭാഗത്തിൻ്റെ ഈ സൈഡിൽ 1 ഇഞ്ചും കൂടെ മേലേക്ക് ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് ചെറിയൊരു ഷേപ്പ് കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ കറക്റ്റ് ഇവിടെ ചെറിയൊരു ക്രോസിലൊരു കട്ടിങ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ സെൻറ്ററിൽ വെട്ടിട്ട് കൊടുക്കുക. കഴുത്തിൻ്റെ മാർക്കിങ്ങിലൊരു വെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കായി ഇതുപോലെ വരും. ബാക്ക് കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് കട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ കറക്റ്റായിട്ട് സെൻറ്ററിൽ തുണി ഫോൾഡ് ചെയ്ത് കാണ്ട് ഇതുപോലെ ഇടുക. എന്നിട്ട് ആ ബാക്ക് അതിമ വെച്ച് കാണ്ട് സ്കെച്ച് ചെയ്യണം. ബാക്ക് ഇതുപോലെ കറക്റ്റ് വെച്ചു. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഈ ബാക്കിൻ്റെ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഇതിമ കറക്റ്റായിട്ട് ഒപ്പം വെക്കണം കേട്ടോ. എന്നിട്ട് ഈ ഇവിടുന്ന് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ തുമ്പിട്ട് കൊടുക്കുക. 3 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്ലോപ്പാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാണ്ട് ഇവിടെ 3 ഇഞ്ച് വേണം. ഇവിടേക്ക് ഒരു 1.25 1.5 ഇഞ്ചൊക്കെ മതി. ഇവിടെ വരുമ്പോൾ ഒരു 1.25 മതി. 1.25 1.5 മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ലോപ്പാക്കി കൊടുക്കാണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യുക. ഇവിടെ 3 ഇഞ്ച് വേണം വീതി. മറ്റേ ഷോൾഡറിനെയും കാട്ടിലും 3 ഇഞ്ച് വേണം. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ആ സൈഡ് കേട്ടോ. അപ്പോൾ അത് ചെയ്യണം അതേപോലെ. ഓക്കെ, സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അടിയത്തെ പീസ് ഇതാണ് ഫ്രണ്ട് വരിക. നമ്മൾ ഈ എക്സ്ട്രാ ഒരു ഭാഗത്തേക്ക് 3 ഇഞ്ച് ഇട്ടില്ലേ, അപ്പോൾ ടോട്ടൽ ഒരു 6 ഇഞ്ച് ഉണ്ടാവും ടോട്ടലായിട്ട്. അത് സെൻറ്ററിൽ ഇതേപോലെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് അടിക്കുമ്പോൾ ഇതേപോലെ ഒരു പ്ലീറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇത്ര ഇതിൻ്റെ കട്ടിങ് കൊള്ളിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് എടുക്കുക കേട്ടോ. ഇതാണ് ഫ്രണ്ട് വരേണ്ട ഭാഗം. നമ്മൾ എക്സ്ട്രാ കൂടുതൽ തുമ്പിട്ട് കട്ട് ചെയ്താൽ ഇതാണ് കറക്റ്റ് അളവ്. ഇപ്പോൾ ഈ മാർക്ക് ചെയ്തതിൽ മാർക്കിംഗ് ആണ് കറക്റ്റ് ശരിക്കും വരേണ്ട അളവ്. ബാക്കി വരേണ്ടൊക്കെ എക്സ്ട്രാ ആണ്. അവിടെ ഒരു പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റ് പിടിച്ചിട്ട് സെൻറ്ററിൽ വെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നീർത്തി വെക്കുക കേട്ടോ. കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ മാർക്കിംഗ് ഒക്കെ കൊടുക്കുക കേട്ടോ. അതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് സെൻറ്റർ ഭാഗം. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഇതാണ്. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് കഴിച്ചിട്ട് 2 സൈഡിക്കും ഇതേപോലെ ഓരോ പ്ലീറ്റ് ഇടുക കേട്ടോ. ഓരോ ബോക്സ് പ്ലേറ്റ് ഇടുക. 2 സൈഡിക്കും ഓരോ പ്ലേറ്റ് ഇടുക. ഇതേപോലെ കേട്ടോ.
കറക്റ്റായിട്ട് പ്ലീറ്റ് ചെയ്യണം. നമ്മൾ എക്സ്ട്രാ തുമ്പിട്ട് കൊണ്ടല്ലോ ആ പീസ്, ആ എക്സ്ട്രാ തുമ്പിട്ട ആ തുമ്പ് ഇവിടെ പ്ലീറ്റ് ഇടുകയാണ്. അത്രേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ കഴുത്ത് 3.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 3.5 ഇഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ അടിയിലേക്ക് ഇറക്കിയിട്ട് അവിടെയും ഇതേപോലെ സ്റ്റിച്ചിങ് കൊടുക്കട്ടോ. അപ്പോൾ പ്ലീറ്റ് കറക്റ്റായിട്ട് കിടക്കാനാണ് കേട്ടോ. ആ പ്ലീറ്റ് കറക്റ്റായിട്ട് കിടക്കാനാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് നമ്മൾ കഴിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. കുറച്ച് വലുതാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, കെട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അവിടെയും അതുപോലെ വിലങ്ങിന് സ്റ്റിച്ച് ചെയ്യുക. ആ നൂലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിടുക. കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ആ ബാക്ക് ഉണ്ടല്ലോ അത് ഇതിന്മേൽ വെച്ച് നോക്കുക. കറക്റ്റ് തന്നെയാണോ? ഓക്കെ കേട്ടോ, കറക്റ്റാണ്. ഇതാ അപ്പോൾ ഇതുപോലെ വരും. ഇവിടെയൊക്കെ കറക്റ്റാണ് കേട്ടോ. അടിയത്തെ പീസിൻ്റെ ആ ഫോൾഡിങ്ങും ഈ മുകളിലത്തെ പീസിൻ്റെ ആ ഫോൾഡിങ്ങും ഒക്കെ ഒപ്പാവണം, കറക്റ്റ് ആവണം. എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ള ഭാഗം ഉണ്ടല്ലോ റിഗാളിൻ്റെ അവിടെ ലേസം കട്ട് ചെയ്യാൻ ഉണ്ടാവും, അതാണ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, എന്നിട്ട് ആ കഴുത്തും ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് കണ്ട് ഫ്രണ്ടും ആ കഴുത്തും മാർക്ക് ചെയ്യുക. അവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കഴുത്ത് വെട്ടുകയാണ്. 3.5 ഇഞ്ചാണ് കഴുത്ത് വെട്ടുന്നത്. അടിക്ക് 3.5 ഇഞ്ച് ഇറക്കിയിട്ട് ഇതുപോലെ ഷേപ്പ് ഇറക്കുക കേട്ടോ. നമ്മൾ 2.25 ഇഞ്ച് സൈഡിൽ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ് ഇതുപോലെ ഷേപ്പ് വരച്ചിക്കാണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഫ്രണ്ടിൻ്റെ കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ അതാ ഇതുപോലെ വരും കറക്റ്റ് സെൻറ്ററിൽ ഒരു പ്ലീറ്റൊക്കെ ആയിട്ട്. ഇനി ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ കഴുത്ത് ഇതുപോലെ കട്ട് ചെയ്യണം. ഒരു ബാക്കൊക്കെ അടിഭാഗത്തേക്ക് 2 ഇഞ്ച് ഇറക്കിക്കാണ്ട് ഫസ്റ്റ് ആ മാർക്കിങ്ങിൽ നിന്ന് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരച്ചിക്കാണ്ട് ബാക്ക് സൈഡിൻ്റെ കഴുത്തും കട്ട് ചെയ്യുക. ഇനി ഫ്രണ്ടും ബാക്കും കൂടെ വെച്ചുകാണ്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാണ് കേട്ടോ. രണ്ടിൻ്റെയും തുമ്പ് ഒപ്പം വെച്ചുകാണ്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. ഇതേപോലെ അങ്ങനെ 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്യുക. ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടോ. ഓക്കെ, ഇനി ഇത് പൈപ്പ് ചെയ്യണം. അതിന് ഒരു 1.25 ഇഞ്ച് വീതിയുള്ള ഒരു വൈറ്റ് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ക്രോസാണ്. ഒരു 1.25-1.5 എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തടിച്ചിട്ടുണ്ട്. ആ ഫോൾഡ് ചെയ്ത് അടിക്കാത്ത ഭാഗം ഈ കഴുത്തിൻ്റെ ഈ സൈഡും വെച്ചുകാണ്ട് പൈപ്പ് ചെയ്യാണ്. ഫസ്റ്റ് ഇതുപോലെ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചുകാണ്ട് ഈ വൈറ്റ് പീസും ഈ കഴുത്തിൻ്റെ ഈ എൻഡും ഒപ്പം വെച്ചുകാണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ കഴുത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ ഷേപ്പിലും എല്ലാ ഭാഗത്തും ചെറിയ ഓരോ വെട്ടിട്ട് കൊടുക്കുക. ആ സ്റ്റിച്ചിങ്ങുമ്മേ തട്ടാത്ത രൂപത്തിൽ വെട്ടിട്ടോ. എന്നിട്ട് ഉൾഭാഗത്തേക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് ആ വൈറ്റ് പീസിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ കഴുത്ത് ഫുള്ളായിട്ട് റൗണ്ടിൽ പൈപ്പ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ചെയ്യേണ്ട പോലെ തന്നെ പൈപ്പ് ചെയ്തെടുക്കുകയാണ് കഴുത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ കയ്യിൻ്റെ അവിടുത്തെ റിഗാളിൻ്റെ ആ ഭാഗം അതേപോലെ തന്നെ പൈപ്പ് ചെയ്യുക കേട്ടോ. വൈറ്റ് പീസ് വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ എല്ലാ ഭാഗത്തും ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് ആ ഷേപ്പിലൊക്കെ ഒരു വെട്ടിട്ട് കൊടുക്കുക. വെട്ടിട്ട് കൊടുത്തിട്ട് ഉൾഭാഗത്തേക്ക് ഈ പീസ് ഇതേപോലെ മറിച്ചുകൊണ്ട് നമ്മളെ കഴുത്ത് പൈപ്പ് ചെയ്തില്ലേ അതേ അളവിൽ തന്നെ പൈപ്പ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ 2 കയ്യിൻ്റെ 2 റിഗാളും അതേപോലെ പൈപ്പ് ചെയ്യണേ. ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഈ കയ്യിൻ്റെ ഈ റിഗാൾ സ്റ്റിച്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ സൈഡും പൈപ്പ് ചെയ്യാണ്. ഓക്കെ, അതും സ്റ്റിച്ച് ചെയ്തിട്ടോ. ഇനി ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ സൈഡ് അടിക്കുകയാണ്. കയ്യിൻ്റെ റിഗാളിൻ്റെ ആ എൻഡ് കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് സൈഡ് ഒരേ തുമ്പിൽ തന്നെ 1 ഇഞ്ച് വീതി നമ്മൾ എക്സ്ട്രാ തുമ്പിട്ടുണ്ട്. അങ്ങനെ 1 ഇഞ്ച് വീതിയിൽ സൈഡ് അടിച്ചു. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് പ്ലീറ്റ് ഇടാനുള്ള പീസാണിത്. ഇതൊരു 3 ഇഞ്ച് വീതിയിൽ കുറച്ച് കൂടുതൽ ലെങ്ത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ജോയിൻറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറേ ജോയിൻ്റ് ഉണ്ട്. 3 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ആ പീസിൻ്റെ ഒരു ഭാഗം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തടിക്കട്ടോ. ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തടിക്കുക. അങ്ങനെ അത് അടിച്ചെടുത്തു കേട്ടോ. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ഈ ജോയിൻറ്റിൽ വെച്ചുകൊണ്ട് അടിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് വെക്കുക. എന്നിട്ട് കറക്റ്റ് നമ്മൾ ആ സൈഡ് അടിച്ച ജോയിൻറ്റിൽ വെക്കുകയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഓരോ പ്ലീറ്റ് ഇടണം. ബോക്സ് പ്ലീറ്റ്, അതായത് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിൽ പ്ലീറ്റ് ഇടാൻ. കാരണം ഒരുപാട് ഇടാണ്ട് അപ്പോൾ കൂടുതൽ തുണി വരും. അപ്പോൾ ഒരു 1/2 ഇഞ്ചിൽ ഫ്രണ്ടിക്ക് ഒരു പ്ലീറ്റ് ഇടുക, പിന്നെ ബാഗിക്ക് ഒരു പ്ലീറ്റ് ഇടുക. അങ്ങനെ ഇതേപോലെ പ്ലീറ്റ് ഇടുക. ചെറിയ ഒരു ബോക്സ് പ്ലീറ്റ് ഇടുകയാണ്. ആദ്യം ഫസ്റ്റ് ഒന്ന് ഫ്രണ്ടിക്ക് ഇടുക, പിന്നെ ഒന്ന് ബാക്ക് സൈഡിക്ക് ഇടുക കേട്ടോ. അങ്ങനെ ആ അടിഭാഗം ബോട്ടം ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുക കേട്ടോ. ഇതേപോലെയാണ് പ്ലീറ്റ് ഇടുക. ഓക്കെ,
അപ്പോൾ പ്ലീറ്റ് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇതോടുകൂടെ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളാട്ടോ, വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. അതിന് ലൈനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ലൈനിങ് വെക്കുകയാണെങ്കിൽ നമ്മൾ കഴുത്ത് പൈപ്പിയൊന്നും വേണ്ട, ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.